പ്രവാസ ലോകത്തെ വാർത്തകളും വിശേഷങ്ങളും അതുപോലെ മാറി മാറി വരുന്ന നിയമങ്ങളും നേരത്തെ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. അടുത്തുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്യാൻ മറക്കേണ്ട. നമസ്കാരം. ഒമാൻ വാർത്തകളിലേക്ക് സ്വാഗതം. ഇന്ന് മാർച്ച് 20 വ്യാഴം. പ്രധാന വാർത്തകൾ. മസ്കത്ത് ഗവർണറേറ്റിൽ വാഹനങ്ങളുമായി റോഡിൽ സാഹസിക പ്രകടനം നടത്തിയവർക്കെതിരെ നടപടിയുമായി റോയൽ ഒമാൻ പോലീസ്. 65 വാഹനം പോലീസ് സ്പെഷ്യൽ ടാസ്ക് ഫോഴ്സ് പിടിച്ചെടുത്തു. പൊതുജനങ്ങൾക്ക് ശല്യമായി വരുന്ന ഹോണുകൾ, അപകടകരമാക്കുന്ന രീതിയിൽ വാഹനമോടിക്കൽ തുടങ്ങിയ കുറ്റങ്ങൾ കണ്ടെത്തി. അപകടമുണ്ടാകുന്ന തരത്തിൽ സാഹസിക പ്രകടനത്തിൽ ഏർപ്പെടുന്നത് ശ്രദ്ധയിൽപ്പെട്ടതോടെയാണ് പോലീസ് നടപടി സ്വീകരിച്ചത്. പ്രവാസികൾക്കായി നിലവിലുള്ള ക്ഷേമ പദ്ധതികൾ കൂടുതൽ കാര്യക്ഷമമാക്കുന്നതിലും കാലോചിതമായി പുതിയ പദ്ധതികൾ ആവിഷ്കരിക്കുന്നതിലും സർക്കാർ ഊന്നൽ നൽകി വരുന്നതായി മുഖ്യമന്ത്രി പിണറായി വിജയൻ. നിയമസഭയിൽ TV ഇബ്രാഹിമിന്റെ സബ്മിഷന് മറുപടി പറയുകയായിരുന്നു മുഖ്യമന്ത്രി. ലോകത്തെമ്പാടുമുള്ള പ്രവാസി മലയാളികളുടെ ക്ഷേമം ഉറപ്പാക്കുക, പരാതികൾ പരിഹരിക്കുക, അവകാശങ്ങൾ സംരക്ഷിക്കുക, മടങ്ങിയെത്തിയവരെ പുനരധിവസിപ്പിക്കുക, സംസ്ഥാനത്ത് പ്രവാസി നിക്ഷേപം പ്രോത്സാഹിപ്പിക്കുക എന്നിവയാണ് നോർക്ക വകുപ്പിന്റെ പ്രധാന ലക്ഷ്യങ്ങൾ. നോർക്ക റൂട്ട്സ്, കേരള പ്രവാസി, കേരള ക്ഷേമ ബോർഡ് എന്നിവ മുഖാന്തരം പ്രവാസികൾക്കായി സർക്കാർ വിവിധ ക്ഷേമ പദ്ധതികൾ നടപ്പിലാക്കിയിട്ടുണ്ട്. തിരിച്ചെത്തിയവരിൽ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവർക്ക് ചികിത്സാ ധനസഹായ പദ്ധതി, സാന്ത്വന പ്രവാസി പുനരധിവാസ പദ്ധതിയായ NTPREM, പ്രവാസികളുടെ ഏകോപന പുനർസംയോജന പദ്ധതിയായ പ്രവാസി ഭദ്രത, തൊഴിൽ പോർട്ടൽ, നോർക്ക വാണിജ്യ കേന്ദ്രം എന്നിങ്ങനെ വിവിധ പദ്ധതികളാണ് ഉള്ളത്. 18 വയസ്സിനും 60 വയസ്സിനും ഇടയ്ക്ക് പ്രവാസി ക്ഷേമനിധിയിൽ അംഗത്വമെടുത്ത് അംശാദായം അടയ്ക്കുന്നവർക്കാണ് ബോർഡിൽ നിന്നും ആനുകൂല്യങ്ങൾക്ക് അർഹതയുള്ളത്. നിലവിൽ 8 ലക്ഷത്തോളം അംഗങ്ങളും 70,000-ഓളം പെൻഷൻകാരുമാണ് ഉള്ളത്. കൂടാതെ പ്രതിമാസം 8,000-ഓളം പ്രവാസികൾ പുതുതായി അംഗത്വത്തിന് അപേക്ഷിക്കുകയും 2,000-ഓളം പേർ പുതുതായി പെൻഷന് അർഹത നേടുകയും ചെയ്തിട്ടുണ്ട്. മുൻകാലങ്ങളെ അപേക്ഷിച്ച് ഇതിൽ വൻ വർധനവുണ്ടായ സാഹചര്യത്തിൽ പരമാവധി വേഗത്തിൽ അപേക്ഷകളിന്മേൽ തുടർ നടപടികൾ സ്വീകരിച്ചു വരികയാണ്. പുതിയതായി പെൻഷനും ആനുകൂല്യങ്ങളും അനുവദിക്കുന്നവരുടെ എണ്ണം വർദ്ധിച്ചു വരുന്നതിനാൽ പെൻഷൻ തുക വർദ്ധിപ്പിക്കുന്ന കാര്യവും ക്ഷേമനിധി അംഗത്വത്തിനുള്ള പ്രായപരിധി ഉയർത്തുന്ന കാര്യവും ഇപ്പോൾ സർക്കാരിന്റെ പരിഗണനയിലില്ല. പ്രവാസികൾ നേരിടുന്ന പ്രശ്നങ്ങൾക്ക് സത്വര പരിഹാരത്തിനായി എല്ലാ ജില്ലകളിലും ജില്ലാ കളക്ടർ ചെയർമാനായി ജില്ലാ പ്രവാസി പരാതി പരിഹാര സമിതികൾ രൂപീകരിച്ചിട്ടുണ്ട്. ഈ സമിതികൾ 2 മാസത്തിലൊരിക്കൽ യോഗം ചേർന്ന് പരാതികളിന്മേൽ നടപടികൾ സ്വീകരിച്ചു വരുന്നു. കൂടാതെ പ്രവാസി മലയാളികളുടെ താൽപര്യങ്ങൾ സംരക്ഷിക്കുന്നതിനും ക്ഷേമം ഉറപ്പാക്കുന്നതിനും പ്രവാസി ഭാരതീയർ കമ്മീഷനും പ്രവർത്തിച്ചു വരുന്നുണ്ട്. പ്രവാസി മലയാളികൾക്കും അവരുടെ കുടുംബങ്ങൾക്കുമായി ഒരു സമഗ്ര ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതി നോർക്ക റൂട്ട്സ് മുഖേന നടപ്പിലാക്കുന്ന വിഷയം സർക്കാരിന്റെ സജീവ പരിഗണനയിലാണെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. അതേസമയം ഒമാനിൽ നിന്നുൾപ്പെടെ പ്രവാസി ക്ഷേമനിധിയിൽ അംഗത്വമെടുക്കുന്നതിനായി അപേക്ഷിക്കുന്ന മലയാളികൾ വർദ്ധിച്ചു വരികയാണ്. ഒമാനിലെ ഇന്ത്യൻ സ്കൂൾ ഭരണസമിതിയുടെ പുതിയ ചെയർമാനായി സയ്യിദ് അഹമ്മദ് സൽമാനെ തിരഞ്ഞെടുത്തു. ബുധനാഴ്ച വൈകിട്ടാണ് തിരഞ്ഞെടുപ്പ് നടന്നത്. ആകെയുണ്ടായിരുന്ന 14 വോട്ടിൽ 8 വോട്ട് നേടിയാണ് സയ്യിദ് സൽമാൻ വിജയിച്ചത്. മത്സരരംഗത്തുണ്ടായിരുന്ന PT ഷമീറിന് 6 വോട്ടാണ് ലഭിച്ചത്. നിലവിലെ ഭരണസമിതിയിലെ വൈസ് ചെയർമാനാണ് സൽമാൻ. ഒമാനിലെ 21 ഇന്ത്യൻ സ്കൂളുകളെ നിയന്ത്രിക്കുന്ന ഭരണസമിതിയുടെ കാലാവധി 2 വർഷമാണ്. ഏപ്രിൽ 1-ന് പുതിയ ഭരണസമിതി ചുമതലയേൽക്കും. 15 അംഗങ്ങൾ അടങ്ങുന്നതാണ് ഇന്ത്യൻ സ്കൂൾസ് ഡയറക്ടർ ബോർഡ്. ഇതിൽ 5 പേർ രക്ഷിതാക്കളുടെ പ്രതിനിധികളായി തിരഞ്ഞെടുപ്പിലൂടെ അംഗങ്ങളായവരാണ്. അറ്റകുറ്റപ്പണികളുടെ ഭാഗമായി മസ്കത്ത് അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ നിന്നും മസ്കത്ത് എക്സ്പ്രസ് വേയിലേക്കുള്ള പാത ഭാഗികമായി അടച്ചു. റോഡിന്റെ സുരക്ഷ ഉറപ്പുവരുത്തുന്നതിന്റെ ഭാഗമായാണ് നടപടി. അടുത്ത മാസം 4 വെള്ളിയാഴ്ച വരെ റോഡ് ഭാഗികമായി അടഞ്ഞുകിടക്കും. ഡയറക്ടറേറ്റ് ജനറൽ ഓഫ് ട്രാഫിക് വിഭാഗവുമായി സഹകരിച്ച് പ്രദേശത്ത് താൽക്കാലികമായി ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഇതുവഴി യാത്ര ചെയ്യുന്നവർ ഗതാഗത നിർദ്ദേശങ്ങൾ പാലിക്കണമെന്ന് നഗരസഭ അറിയിച്ചു. ലോകത്തെ എല്ലാ രാജ്യങ്ങളിലും മലയാളി സാന്നിധ്യമുള്ളതുപോലെ വിശ്വപ്രസിദ്ധ സ്ഥാപനങ്ങളിലും നമ്മുടെ കുട്ടികൾ എത്തിയിട്ടുണ്ട്. യൂറോപ്പിലും ആഫ്രിക്കയിലും അമേരിക്കൻ ഭൂഖണ്ഡങ്ങളിലും എന്നുവേണ്ട ലോകത്തിന്റെ മുക്കിലും മൂലകളിൽ
പുതുതലമുറ മലയാളികളുടെ സാന്നിധ്യം കാണാൻ സാധിക്കും. പഠനത്തിന് പ്രാമുഖ്യം നൽകിയാണ് ആ കൂടുമാറ്റം എന്നത് തലമുറകളിലെ കുടിയേറ്റ പരിണാമത്തെ കൂടിയാണ് സൂചിപ്പിക്കുന്നത്. ഇപ്പോഴിതാ ആദ്യമായൊരു മലയാളി മനാഹ് വിലായത്തിലുള്ള സുൽത്താൻ കാബൂസ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് അറബിക് കോഴ്സ് വിജയകരമായി പൂർത്തിയാക്കിയിരിക്കുകയാണ്. സാധാരണയായി യൂറോപ്യരും അമേരിക്കക്കാരുമൊക്കെ അറബിക് പഠിക്കാനെത്തുന്ന പ്രീമിയം സ്ഥാപനമാണ് സുൽത്താൻ കാബൂസ് ഇൻസ്റ്റിറ്റ്യൂട്ട്. അവിടെ നിന്ന് നമ്മുടെ കേരളത്തിലെ കോഴിക്കോട് വടകര നിന്നുള്ള കൂടത്തിൽ കണ്ടി അഷ്റഫ് ജമീല ദമ്പതികളുടെ മകൾ ഫൈറൂസ റാലിയ എടച്ചേരി എന്ന പെൺകുട്ടി 2 മാസത്തെ കോഴ്സ് വിജയകരമായി പൂർത്തിയാക്കി സർട്ടിഫിക്കറ്റ് കരസ്ഥമാക്കിയിരിക്കുന്നു. ലോകകപ്പ് ഫുട്ബോൾ യോഗ്യതാഘട്ടത്തിലെ നിർണായക മത്സരത്തിൽ ഒമാൻ ഇന്ന് ദക്ഷിണ കൊറിയയെ നേരിടും. കൊറിയയിലെ ഗോയാങ് സ്റ്റേഡിയത്തിൽ ഒമാൻ സമയം ഉച്ചതിരിഞ്ഞ് 3 മണിക്കാണ് കിക്ക് ഓഫ്. മത്സരത്തിനായി ചെമ്പട പൂർണ്ണമായി ഒരുങ്ങിയിട്ടുണ്ട്. ടൂർണമെന്റിൽ മുന്നോട്ടു സഞ്ചരിക്കുന്നതിന് ഇന്നത്തെ മത്സരത്തിൽ വലിയ പരിശ്രമവും ശ്രദ്ധയും ആവശ്യമാണെന്ന് പരിശീലകൻ റഷീദ് ജാബിർ പറഞ്ഞു. മൈതാനത്തെ പ്രകടനമാണ് മത്സരത്തിന്റെ ഫലം നിർണയിക്കുന്നത്. വളരെ പ്രധാനപ്പെട്ട ഒരു മത്സരമാണ് ഇന്നത്തേതെന്നും മികച്ച ഫലം കൈവരിക്കാൻ കാത്തിരിക്കുകയാണെന്നും പരിശീലകൻ പറഞ്ഞു. ഇതോടുകൂടി ഇന്നത്തെ വാർത്തകളും വിശേഷങ്ങളും ഇവിടെ അവസാനിക്കുന്നു. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളുമായി നാളെ കാണാം. നന്ദി, നമസ്കാരം.